വിത്ത് റിപ്പോർട്ടേഴ്സിൽ വയനാട്ടിലെ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ തത്സമയം നമ്മോടൊപ്പം ഉണ്ട്. കെ സുരേന്ദ്രൻ, വയനാട് ലോക്സഭാ മണ്ഡലം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെയും ആനി രാജയുടെയും പിന്നീട് താങ്കളുടെയും സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ലോക്സഭാ മണ്ഡലമാണ്. BJPയുടെ സാധ്യത എത്രത്തോളമാണ് കെ സുരേന്ദ്രൻ? വളരെ ശക്തമായിട്ടുള്ള ഒരു വികാരം രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് വയനാട്ടിൽ അലയടിക്കുകയാണ്. എല്ലായിടത്തും രാഹുൽ ഗാന്ധിയോടുള്ള അദ്ദേഹത്തിൻ്റെ നിസ്സംഗതയോടും അവഗണനയോടും വയനാട്ടിലെ ജനങ്ങളോടുള്ള വഞ്ചനയ്ക്കും എതിരായിട്ട് വലിയ വികാരമുണ്ട്. ആ വികാരം ശരിയായ നിലയിൽ പ്രതിഫലിപ്പിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമാണ്. അതുകൊണ്ട് മികച്ച മുന്നേറ്റം ഉണ്ടാവും. നല്ല പ്രതീക്ഷയാണ്. ഈ മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അബ്കി ബാർ 400 പാർ എന്നുള്ളതാണ് BJP മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത്. കേരളത്തിൽ സ്വാഭാവികമായും കൂടുതൽ കേരളത്തിൽ സീറ്റുകൾ ലഭിച്ചാൽ മാത്രമാണ് 400 പാറിലേക്ക് BJPക്ക് എത്താൻ സാധിക്കുക. സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പ്രതീക്ഷയോടുകൂടി തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു മോദി അനുകൂല തരംഗം കേരളത്തിലും ഉണ്ടാകണം കെ സുരേന്ദ്രൻ. നോക്കൂ, കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഇന്ന് ഒരേ ഒരു മന്ത്രം മാത്രമേ ഉള്ളൂ: മോദി മോദി മോദി. മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു മാസക്കാലം സമ്പൂർണ്ണമായി ചർച്ച ചെയ്ത ഒരേ ഒരു ക്യാമ്പയിൻ പോയിന്റ് എന്നുള്ളത് മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളതാണ്. ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശക്തമായി അലയടിക്കുന്ന വികാരവും മോദി വികാരം തന്നെയാണ്. പിണറായി വിജയനും UDFനും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം സംസ്ഥാനത്തുണ്ട്. ഒരേ ഒരു പ്രതീക്ഷ: കേരളത്തിന്റെ വികസനത്തിന്, സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ, ഇവിടെയുള്ള ഭരണസ്തംഭനം ഒഴിവാക്കാൻ, സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ, ഇതെല്ലാം ഇനി മോദിയോടൊപ്പം നിൽക്കണം. മോദിയുടെ സഹായത്തോടു കൂടി മാത്രമേ, അല്ലെങ്കിൽ മോദിയുടെ പിന്തുണയോടുകൂടി മാത്രമേ കേരളത്തിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള ഒരു വിശ്വാസമാണ് ജനങ്ങൾക്കിടയിലുള്ളത്. താങ്കളുടെ പ്രചരണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്? ഇപ്പോൾ അവസാന ഘട്ടത്തിലല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് താങ്കൾ ഗണപതി വട്ടം എന്ന പേരിലേക്ക് എത്തിയത്. അത് താങ്കളെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ, അതോ അത് നേരത്തെ തന്നെ പറയാൻ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ? അല്ല, അത് വളരെ പോസിറ്റീവായിട്ടാണ് ജനങ്ങൾ എടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള, ഒരുപക്ഷെ ഇന്ത്യൻ സമരത്തിന് തന്നെ ബീജാവാപം നൽകിയ ഒരു മണ്ണാണ് വയനാട്. അവിടെ പഴശ്ശിരാജാവും അതുപോലെ തലക്കൽ ചന്തുവും അതുപോലെ എടച്ചന കുങ്കനുമൊക്കെ തമസ്കരിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഒരു മണ്ഡലമായിട്ടും, രാഹുൽ ഗാന്ധി ഒരു വലിയ ദേശീയ നേതാവായിട്ടും, അദ്ദേഹം മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വർഗീയ ശക്തികളുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും എല്ലാം പിന്തുണ തേടുമ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ തമസ്കരിക്കപ്പെടുകയും ടിപ്പു സുൽത്താൻ ഗ്ലോറിഫൈ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. അത് നല്ല നിലയിലാണ് വയനാട്ടിലെ വോട്ടർമാർ എടുത്തിരിക്കുന്നത്. ജൂൺ 4-ാം തീയതി അത് എല്ലാവർക്കും ബോധ്യമാവും. സുരേന്ദ്രൻ, ഈ BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. തൃശ്ശൂരിൽ, ആറ്റിങ്ങലിൽ താങ്കളുടെ മത്സരത്തോടു കൂടി വയനാട്ടിലും ശക്തമായ മത്സരം ഉണ്ട്. BJP എത്ര സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്? താങ്കൾ പറഞ്ഞതിനോടൊപ്പം ഞാൻ പറയാം, പത്തനംതിട്ടയിൽ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് നടത്തുന്നത്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് നടത്തുന്നത്. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി വളരെ ശക്തമായ, LDF തന്നെ പരാതി കൊടുത്തിരിക്കുകയാണ്. SNDPക്കാർ അവിടെ ഇറങ്ങി പ്രചരണം നടത്തുന്നു എന്നുള്ളത്. എറണാകുളത്ത് ഡോക്ടർ KS രാധാകൃഷ്ണൻ ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റമാണ് നടത്തുന്നത്. പാലക്കാട് C കൃഷ്ണകുമാർ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് നടത്തുന്നത്. കോഴിക്കോട് MT രമേശ്, LDF സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞിരിക്കുന്നു MT രമേശ് മികച്ച സ്ഥാനാർത്ഥിയാണെന്ന്. നിങ്ങളുടെ ചാനലുകൾ ഉൾപ്പെടെ പറയുന്നു കാസർഗോഡ് അശ്വിനി വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് നടത്തുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും BJP കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദേശീയ ജനാധിപത്യ സഖ്യം വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ, ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞ് പ്രചാരണം നടത്തിയത് ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ്. ജനങ്ങളുടെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഞങ്ങൾ മാത്രമാണ്. മുഖ്യമന്ത്രി CAA കുറിച്ചും അതുപോലെ പൗരത്വ നിയമം, അതുപോലെ തന്നെ പൗരത്വ രജിസ്റ്റർ, ഇതിലൊക്കെയാണ് മുഖ്യമന്ത്രി, കാരണം സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ഒന്നും ചർച്ചയാവരുത്. UDF ആവട്ടെ പരസ്യമായിട്ട് PFIയുടെ പിന്തുണ, ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF നേടുന്നുവെന്ന് പറയുമ്പോൾ ഇതൊക്കെ വോട്ടർമാർക്കിടയിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്.